ഹലോ ഗായ്സ്, ഈവനിങ് ആയപ്പോൾ നല്ലൊരു അടിപൊളി മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഞാനൊരു സിമ്പിൾ കേക്ക് റെസിപ്പി പറഞ്ഞുതരാം. കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഡയറി മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം. ഞാനപ്പോൾ ഡയറി മിൽക്ക് എടുത്താണ്. പിന്നെ മിഠായി മേറ്റ് എടുത്തിട്ടുണ്ട്, വാനില എസൻസും എടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നാൽ കേക്ക് കഴിക്കാനും ഇഷ്ടമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് പറ്റിയ വീഡിയോ ആണ് കേട്ടോ ഇത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും വൈറ്റ് ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. വീറ്റിൻ്റെ ആകുമ്പോൾ ടേസ്റ്റ് കുറച്ചൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ 4 സൈഡും നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ആ 4 സൈഡിൻ്റെ ആവശ്യം നമുക്കില്ല. ഞാനിവിടെ 12 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തത്. അതായത് നമുക്ക് 3 ലെയർ കിട്ടും. സെറ്റ് ചെയ്യാനാണെങ്കിലും സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് വറ്റിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുത്തു. അതിനുശേഷം ആവശ്യമായ ക്രീം എടുക്കണം കേട്ടോ. ഒരു 1/2 കപ്പോളം ക്രീം എടുത്തിട്ടുണ്ടായിരുന്നേ. ആ ക്രീമിലേക്ക് ഞാനൊരു 2 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ഒറ്റിച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എനിക്ക് സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഞാനത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മോള് കരഞ്ഞ് ഓടിപ്പോയി അവളുടെ അടുത്തേക്ക് പോയതോടുകൂടി എൻ്റെ എല്ലാം കൊളായി. ആ സമയം കൊണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ് തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തണുത്തതിന് ശേഷം മാത്രം 2 ഡ്രോപ്സ് വാനില എസൻസ് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഒഴിക്കുക. ഷുഗർ സിറപ്പിലേക്ക് 2 ഡ്രോപ്സ് വാനില എസൻസ് ഉറ്റിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് കഴിക്കുന്ന സമയത്ത് കാണാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 1/2 kg ഒരു കേക്ക് ബേസ് ആയിരുന്നു കേട്ടോ. ഒരു 1 kg ബേസ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വലുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കറക്റ്റ് നമ്മുടെ ബ്രെഡിൻ്റെ അതേ സൈസിൽ തന്നെ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിയിൽ എന്താക്കി ഞാൻ ഫസ്റ്റ് ഒന്ന് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ബേസിൻ്റെ അടിയിൽ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ 4 ബ്രെഡും നല്ല സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ ആ 1/2 kg ബേസ് ആയതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ഒരു 1 kg ബേസ് ആണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയിൽ നിൽക്കുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ബ്രെഡിൻ്റെ അതേ വലുപ്പം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ ബ്രെഡിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഷുഗർ സിറപ്പ് ഓവറായിട്ട് ഒഴിച്ചിട്ട് ബ്ലഡ് എല്ലാം കൂടി പ്ലിങ് ആക്കാനല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതായത് നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഈവണായിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. കേക്ക് നന്നായിട്ട് തണുക്കുമ്പോൾ ഷുഗർ സിറപ്പ് എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞ ഷുഗർ സിറപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം കണ്ടില്ലേ, എൻ്റെ ക്രീം സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടിയിട്ടില്ല, കുറച്ച് മെൽറ്റ് പോലെയാണ് കിട്ടിയത്. കുഴപ്പമില്ല, എന്നാലും നമുക്ക് കിട്ടിയ പോലെ എന്താക്കാം, അതിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് എല്ലാ സ്ഥലത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വിപ്പിംഗ് ക്രീമും നന്നായിട്ട് 4 ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ഈ വിപ്പിംഗ് ക്രീമിൽ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന ടൈമൊന്നും വിപ്പിംഗ് ക്രീമിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യലില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത് മത്ത് പിടിക്കും കേക്ക് കഴിക്കും. ഇതാകുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവും. ശേഷം നമ്മുടെ മിഠായി മേറ്റിൻ്റെ കണ്ടൻസ് മിൽക്ക് അതിൻ്റെ മേലെ കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക, ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ കുറച്ചും കൂടി പുറത്തേക്ക് പോയത് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു സാധനം. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്തു. ഷുഗർ സിറപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞ വീണ്ടും അതാണ് ഞാൻ പറയുന്നത്, ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ നമ്മളെ കേക്കിൻ്റെ ടേസ്റ്റ്. ഒന്നാമത് നമ്മൾ ബ്രെഡിലാണല്ലോ ഇത് ചെയ്യുന്നത്, മൈദയിലല്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെതായ ഒരു മാറ്റം കിട്ടണമെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിപ്പിംഗ് ക്രീം ഒഴിച്ചു, ദെൻ കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചു കേട്ടോ. ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയറും ഇത് കേക്ക് പൊട്ടാതെ നോക്കണം കേട്ടോ. ബ്രെഡിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ മാത്രം ഷുഗർ സിറപ്പ് ഒഴിച്ചാൽ മതി കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് ഓവറായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത് ഇങ്ങനെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ആ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടൻസ് മിൽക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സെക്കൻഡ് ലെയറും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് തേർഡ് ലെയർ സെറ്റ് ചെയ്യാം. വളരെ ശ്രദ്ധിച്ചിട്ട് 4 പീസ് ബ്രെഡും മേലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ എന്നാലും അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ ബ്രെഡ് കേക്ക്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ഒരു കേക്കും കൂടിയാണ് ബ്രെഡ് കേക്ക് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേക്ക് പഠിച്ചതും കൊറോണ ടൈം ഉണ്ടാക്കി പഠിച്ചതും ഈ ഒരു കേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിൽ നിങ്ങളോട് പറയുന്നത് ബ്രെഡ് കേക്ക്
അത്രക്കും അടിപൊളിയാണെന്നുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീട്ടിലൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഷുഗർ സിറപ്പും കൂടെ മൂന്നാമത്തെ ലെയറിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ക്രീമും കൂടെ മേലൊന്ന് ഇവണായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ മോൾ ഉറങ്ങുന്ന ടൈമിൽ ചടപടേന്ന് ചെയ്തൊരു കേക്കാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിപ്പിംഗ് ക്രീം സ്റ്റിപ്പിക്സ് ആക്കാൻ വരെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, മോൾ അതിൻ്റെ ഇടയിൽ കരഞ്ഞതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രം നമുക്ക് നല്ല ഡിസൈനിലൊക്കെ ചെയ്യണമെങ്കിൽ ഡിസൈനിലൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഡിസൈനൊന്നും ചെയ്തിട്ടില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്തൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കി വന്ന ക്രീമും ഞാൻ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഞാൻ 4 സൈഡിലും ജസ്റ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് തട്ടിക്കൊടുത്ത് ഒരു ചെറിയൊരു ഡിസൈനാണ് സെറ്റ് ചെയ്തത് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ഡിസൈൻ കിട്ടണമെങ്കിൽ നമ്മുടെ നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയർ എന്ന പോലെ മിൽക്ക് ചോക്ലേറ്റ് എടുക്കുക. ഞാൻ ഡയറി മിൽക്കാണ് എടുത്തിട്ടോ. 2 പാക്കറ്റിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒറ്റ പാക്കറ്റേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ പച്ചക്കറിയൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം എടുത്തിട്ട് നമ്മൾ എന്താക്കുക, ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് വേണമെങ്കിൽ മെൽറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മേലെയുള്ള ഡിസൈൻ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഡയറി മിൽക്ക് ആക്കിയെടുത്തത്. നല്ലോണം ഇതിന് മേലെ എന്ത് ചെയ്തു, കൈ കൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് വന്നൊരു ചോക്ലേറ്റ് കഷ്ണം അതിൽ തന്നെ വെച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രെഡ് കേക്കാണെന്ന് വിചാരിച്ചിട്ട് അയ്യോ ബ്രെഡ് ആണ് അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.